പുതുവത്സരാഘോഷങ്ങൾക്ക് ലോകം ഒരുങ്ങുകയാണ്. സംസ്ഥാനത്ത് ഫോർട്ട് കൊച്ചി, കോവളം, കോഴിക്കോട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി അതിവിപുലമായ ആഘോഷ പരിപാടികൾ ഉണ്ടാകും. ദേശീയ ദുഃഖാചരണത്തെ തുടർന്ന് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും വെളി ഗ്രൗണ്ടിലെ പരിപാടികൾ മാറ്റമില്ലാതെ തുടരും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച പള്ളുരുത്തി, കാക്കനാട്, മലയോറ്റൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാപ്പാഞ്ഞി ഒരുക്കിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, കോവളത്ത് നിന്ന് അജീഷ് ജയകുമാർ, കോഴിക്കോട് നിന്ന് സമീർ മുഹമ്മദ്, ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് എന്നിവർ ഈ ആഘോഷ പരിപാടികളുടെ വിശദാംശങ്ങളുമായി മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അശ്വിൻ പാലാഴിയിലേക്ക് ആദ്യം പോകാം. അശ്വിൻ, കൊച്ചിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുമ്പോൾ കൊച്ചിക്കാർക്ക് ഏറ്റവും പ്രധാനമായി ആദ്യം വായിലെത്തുന്ന പേര് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ടിൽ ഇത്തവണ ദേശീയ ദുഃഖാചരണത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ ആഘോഷങ്ങളൊന്നുമില്ല. ഒപ്പം അവിടുത്തെ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കൽ കോടതി കയറിയ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്തായാലും ഒടുവിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുമതി കോടതി നൽകുകയും ചെയ്തു. ഇപ്പോൾ നമ്മളുള്ളത് വെളി ഗ്രൗണ്ടിലാണ്. വെളി ഗ്രൗണ്ടിൽ മാത്രമാണ് ഇക്കുറി ഈ പാപ്പാഞ്ഞിയെ കത്തിക്കൽ പരിപാടി ഉള്ളത്. ആ കത്തിക്കുന്ന പാപ്പാഞ്ഞിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 42 അടി ഉയരത്തിൽ പണിത പാപ്പാഞ്ഞിയാണ്. വൈകുന്നേരം 4 മണി വരെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾക്ക്, പുറത്തുനിന്നുള്ള ആളുകൾക്ക് എത്താനുള്ള അനുമതിയുള്ളൂ. അതിനുശേഷം റോഡ് ബ്ലോക്ക് ചെയ്യും. പിന്നീട് വാഹന സൗകര്യം ഉണ്ടാവില്ല. നടന്നു വരുന്നവർക്ക് വരാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കനത്ത സുരക്ഷ ഫോർട്ട് കൊച്ചിയുടെ പരിസര പ്രദേശങ്ങളിലും അവിടെ ഇവിടെയൊക്കെയായി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. 1000-ലധികം പോലീസുകാരെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് മാത്രമായി കൊച്ചി സിറ്റി പോലീസ് വിന്യസിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള നിരീക്ഷണം ഇവിടെ ഉണ്ടാകും. ഒപ്പം മുൻവർഷങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു അപകടത്തിലേക്കൊക്കെ പോകാതിരിക്കാനുള്ള കർശന നിരീക്ഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഗാലാഡി ഫോർട്ട് കൊച്ചിയാണ് ഇത്തവണ വെളി ഗ്രൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ സംഘാടകർ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ്, എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ 1,00,000-ലധികം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ക്രൗഡ് മാനേജ്മെൻറ്റ്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എത്ര പേര് വരുന്നെന്ന്. കഴിഞ്ഞ തവണ ഇവിടെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു, പരേഡിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ 31-ാം തീയതി ഈ ഗ്രൗണ്ട് നിറയെ ജനങ്ങളായിരുന്നു. അപ്പോൾ ഈ വരുന്ന എല്ലാ ടൂറിസ്റ്റിനെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട്. ഗവൺമെൻറ് സംവിധാനമായ പോലീസൊക്കെ CP എല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും എത്ര പേര് വരും എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഇത്തവണ പരേഡ് ഗ്രൗണ്ടിൽ പരിപാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ വെളി ഗ്രൗണ്ടിലേക്ക് ആളുകൾ അണമുറിയാതെ ഒഴുകിയെത്തുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൗഡ് മാനേജ്മെന്റ് ഇവരെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇത് 72 അടി ഈ കത്തിക്കുന്ന പാപ്പാഞ്ഞിയുമായി ആളുകൾക്ക് ദൂരമുണ്ട്. അതിനും അപ്പുറത്തുള്ള ബാരിക്കേഡിനപ്പുറത്തേക്ക് മാത്രമേ ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം നമ്മൾ ഈ കാണുന്ന ഒരു പവലിയനുണ്ട്. ഇത് വിദേശികൾക്ക് മാത്രമായി ഒരുക്കിയിരിക്കുന്ന, ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാനെത്തുന്ന വിദേശികൾക്ക് മാത്രമായി ഒരുക്കിയിരിക്കുന്ന പവലിയനാണിത്. അങ്ങനെ VIP-കൾക്കും സാധാരണക്കാർക്കുമായി വിവിധയിടങ്ങളിൽ സുരക്ഷിതമായി നിന്ന് ഇത് കാണാനുള്ള ആഘോഷം എത്തിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. DJ അടക്കം വിപുലമായ പരിപാടികളും ഫോർട്ട് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ, ഒപ്പം മലയാറ്റൂരടക്കമുള്ള എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ ന്യൂ ഇയർ ആഘോഷങ്ങളാണ് നടക്കുന്നത്. താങ്ക് യു അശ്വിൻ പാലാഴി. കോവളം നിങ്ങൾക്കറിയാം, കോവളം ഇന്റർനാഷണൽ ബീച്ച് എന്ന് പറഞ്ഞാൽ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഇന്റർനാഷണൽ ബീച്ചാണ്. ഈ കോവളത്തൊക്കെ ഒരുപാട് വിദേശ സഞ്ചാരികൾ വന്നു കഴിഞ്ഞു പുതുവത്സരം കോവളത്ത് ആഘോഷിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കോവളത്ത് സുരക്ഷാ കാര്യങ്ങളും കർക്കശമാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അജീഷ് ജയകുമാർ കോവളത്ത് നിന്നും തത്സമയം ചേരുകയാണ്. അജീഷ്, കോവളത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? റസ്കീൻ, എന്തായാലും ഒരു പുതുവർഷത്തെ കൂടി വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകപ്രശസ്തമായ കോവളം ബീച്ചിലാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളാണ്. രാവിലെ തന്നെ ബീച്ച് നിറഞ്ഞിരിക്കുകയാണ്. കാരണം കൂടുതലും ആഭ്യന്തര ടൂറിസ്റ്റുകളാണ്, വിദേശ ടൂറിസ്റ്റുകളുമുണ്ട്. എന്തായാലും കോവളത്തും വലിയ പരിപാടികൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതലും റിസോർട്ടുകളാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റു കലാപരിപാടികളൊന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. പക്ഷേ രാത്രി ഒരുപാട് ആളുകൾ കോവളത്തേക്ക് എത്തും. അത് തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള തന്നെ ആളുകളുണ്ടാവും, മറ്റു ജില്ലകളിൽ നിന്ന് എത്തുന്നവരുണ്ടാവും. എന്തായാലും അതിനു വേണ്ടിയിട്ട് കൂടുതൽ പോലീസിനെയും ലൈഫ് ഗാർഡിനെയും അടക്കം കോവളം ബീച്ചിലേക്ക് എന്തായാലും വിന്യസിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ആളുകളേക്ക് ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും എന്തായാലും ഇവിടെ ഒരുക്കുക. കോവളത്ത് മാത്രമല്ല, തലസ്ഥാനത്ത് പല കേന്ദ്രങ്ങളിലും ഇതേപോലെ പുതുവത്സര ആഘോഷം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോവളം കൂടാതെ വർക്കലയിലും ഒപ്പം തന്നെ കനകക്കുന്നിലടക്കം പല സ്ഥലങ്ങളിലും ഇതേപോലെ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷം നടക്കുമ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം DGP ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത്. അതായത് ഗതാഗതം അടക്കമുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണം, കൂടുതൽ പോലീസുകാരെ റോഡുകളിലടക്കം വിന്യസിക്കണം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടണം. അതുമാത്രമല്ല, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഹെലികാമിൻ്റെ നിരീക്ഷണം അടക്കമുള്ള ഉണ്ടായാലും
എന്തായാലും പുതുവത്സരത്തെ വരവേൽക്കാൻ കോവളം മാത്രമല്ല തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും നമ്മളും അത് തത്സമയം പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി 12 മണിക്ക് ലോകം 2025 കിടക്കുമ്പോൾ അതിൻ്റെ ആഘോഷം ഒരു മാറ്റം കുറയാതെ തന്നെ നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സ്കേൻ അജീഷ് ജയകുമാറാണ് കോവളം ബീച്ചിൽ നിന്ന് ചേർന്നത്. കോഴിക്കോടും അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സുരക്ഷാ കാര്യങ്ങളും കർക്കശമാക്കിയിട്ടുണ്ട്. അവിടെ പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിരിക്കും ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സമീർ സി മുഹമ്മദ്. കോഴിക്കോട് എങ്ങനെയായിരിക്കും പുതുവത്സരത്തെ വരവേൽക്കുക? ഗുഡ് മോർണിംഗ് എസ്കെൻ. വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് പുതുവത്സരത്തെ ആഘോഷിക്കാനായി കോഴിക്കോട്ടും ഉള്ളത്. വലിയ ഒരുക്കങ്ങൾ നമുക്ക് എന്നും കാണാനാകുന്നു. മാനാഞ്ചിറ മൈതാനം, അതുപോലെ തന്നെ വിവിധ ബീച്ചുകൾ. കോഴിക്കോട് ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബട്ട്റോഡ് ബീച്ച്, അതുപോലെ ബേപ്പൂർ ബീച്ച്, ചാലിയം ബീച്ച് തുടങ്ങിയിട്ടുള്ള വിവിധ ബീച്ചുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളുണ്ട്. ഒപ്പം തന്നെ മാളുകൾ കേന്ദ്രീകരിച്ചും വലിയ ആഘോഷമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒപ്പം DTPCയുടെ ഭാഗത്തുനിന്ന്, ടൂറിസം വകുപ്പിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് വിപുലമായിട്ടുള്ള പരിപാടികളുമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ആയിരക്കണക്കിന് പേരാണ് ഈ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ എത്തുന്നത്. ഒരുപാട് പേരെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ രാവിലെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ എക്സസൈസിന് വേണ്ടിയിട്ടും അതുപോലെ മോർണിംഗ് വാക്കിനൊക്കെ വേണ്ടിക്കൊണ്ട് എത്തിയവരാണ്. അവരൊക്കെ അതിൻ്റേതായ ഒരു ആഘോഷ പരിപാടികൾ വൈകിട്ടുണ്ടാകും, എത്തും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്കിപ്പം ഇപ്പോൾ ഒരു കുടുംബം കൂടി ചേരുന്നുണ്ട്. ഹായ് ഏട്ടാ, എങ്ങനെയുണ്ട്? ഇപ്പം ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ആഘോഷിക്കാനാണ് തീരുമാനം? വമ്പിച്ച പ്ലാനുകളൊക്കെ ഉണ്ട്, നടക്കുന്ന. ബീച്ചിലേക്ക് ഇവിടേക്ക് പ്രാവശ്യം അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് വരാൻ അവിടെ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, നടന്നു വരണം, അത്രയേ ഉള്ളൂ. വാഹനം കൂടെ കയറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ ആഘോഷിക്കാറ്? വരും, ഇവിടെ വരും. ബേപ്പൂർ പോവും, പലയിടത്ത് പോകാറുണ്ട്. ഞങ്ങൾ ഉടമ്പറയാണ്. അങ്ങനെയാണ്. ഓക്കെ. ചേച്ചി എങ്ങനെയാണ് ആഘോഷിക്കുക? ഏട്ടൻ്റെ കൂടെ ഞാനുണ്ടാവും, ഒരുമിച്ച് വരുന്നത്. ഇങ്ങനെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങളൊരു 10 ഫാമിലിയോളം ഒന്നിച്ച് വരാറാണ് ഇവിടേക്ക്. അങ്ങനെയാണ് ആഘോഷിക്കാറുണ്ടാവുന്നത്. ഓക്കെ ഓക്കെ. ഇങ്ങനെ കുടുംബസമേതം എത്തിക്കൊണ്ട് കോഴിക്കോട് ബീച്ചിൽ എത്തിക്കൊണ്ടാണ് പലരും മനസ്സിലായി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നാണ്. താങ്ക് യു. ഡൽഹി തണുത്തുറയുകയാണ്. ഒരു വല്ലാത്ത തണുപ്പിലേക്ക് ഡൽഹി മുഖം പൂഴ്ത്തി കഴിഞ്ഞു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കാര്യം നമ്മുടെ രാജ്യതലസ്ഥാനത്ത് എങ്ങനെയായിരിക്കും ആഘോഷങ്ങൾ എന്ന് അറിയാൻ വേണ്ടി. ഗുഡ് മോർണിംഗ് നിതിൻ. എന്തൊക്കെയാണ് ഡൽഹിയുടെ ആസൂത്രണം? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഡൽഹിയിലും പുതുവർഷം അതിൻ്റെ ഒട്ടും മാറ്റൂരെ തന്നെ ആഘോഷിക്കാനുള്ള ഒരു എന്തായാലും കാഴ്ചകൾ നമുക്ക് ഇന്ന് വൈകിട്ടോട് തന്നെ പ്രേക്ഷകർ എത്തിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കൊണോട്ട് പ്ലേസിലാണ്. കൊണോട്ട് പ്ലേസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം നടക്കുന്ന മേഖല. കൊണോട്ട് പ്ലേസ് കൂടാതെ ഇന്ത്യ ഗേറ്റ് പരിസരത്തും ആളുകൾ ഇങ്ങനെ ഒത്തുകൂടാറാണ് പതിവ്. രാത്രി 8 മണിയോട് തന്നെ ആളുകൾ ഈ കൊണോട്ട് പ്ലേസിലേക്ക് ഒഴുകിയെത്താറാണ് പൊതുവേ ഉള്ള ഒരു രീതി. പക്ഷേ 11 മണിയോട് തന്നെ ഈ ആഘോഷം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ പോലീസ് വലിയ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുത്താറുണ്ട്. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ്, മാത്രമല്ല തന്ത്രപ്രധാന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറമുള്ള ആഘോഷങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ നിയന്ത്രണം പൊതുവെ ഇവിടെ ഏർപ്പെടുത്താറുണ്ട്. 11 മണിയോടുകൂടി തന്നെ ആളുകളെ ഇവിടുന്ന് ഒഴിപ്പിക്കാറാണ് പതിവ്. പക്ഷേ 8 മണിയോട് തന്നെ ഈ കൊണോട്ട് പ്ലേസിലെ പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും സജീവമാകും. തത്സമയ സംഗീത പരിപാടികളും എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പുതുവർഷത്തെ ആഘോഷിക്കാറാണ് പതിവ്. തൊട്ടപ്പുറമാണ് സെൻട്രൽ പാർക്ക്. ഈ സെൻട്രൽ പാർക്ക് കേന്ദ്രീകരിച്ചാണ് പൊതുവെ ആളുകൾ ഒത്തുകൂടി അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറ്. സർക്കാർ തന്നെ പലപ്പോഴും ഡൽഹിയിൽ ഈ പുതുവർഷ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇക്കുറി ദേശീയ ദുഃഖാചരണമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളിൽ കടക്കില്ല. പക്ഷേ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും പല റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ചും വലിയ ആഘോഷങ്ങൾ എന്തായാലും കൊണോട്ട് പ്ലേസ് മേഖലയിൽ നടക്കും. ഏതാണ്ട് 8 മണി മുതൽ 11 മണി വരെ കൊണോട്ട് പ്ലേസ് സജീവമാകും. അതോടൊപ്പം തന്നെ മെട്രോകൾക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജീവ് ചൗക്ക് മെട്രോയിൽ നിന്ന് മെട്രോ സ്റ്റേഷന് പുറത്തേക്ക് വരാതിരിക്കാൻ ആളുകളെ അനുവദിക്കില്ല. കാരണം തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരമൊരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യ ഗേറ്റ് പരിസരത്തും വലിയ നിയന്ത്രണം ഉണ്ടാകും. SKN. ഓക്കെ. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്. തിങ്ങുന്നി പുരി തീപിടിച്ച മട്ട് എന്നൊക്കെ കവി കൊണ്ട് പറയിപ്പിച്ച നഗരങ്ങളുണ്ട്. അതിലൊന്നാണ് മുംബൈ. ഈ വാണിജ്യ നഗരം എന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും. അത് മാത്രവുമല്ല ഏറ്റവും വലിയ നഗരത്തിൻ്റെ കരുത്തുള്ള സിറ്റി കൂടിയാണ്. മുംബൈയിൽ എങ്ങനെയാണ് ഇത്തവണത്തെ ഈ വാർഷികാഘോഷം, പുതുവത്സരാഘോഷം എന്നറിയാൻ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. പറയൂ. ഹാപ്പി ന്യൂ ഇയർ SKN. ഏതായാലും ന്യൂ ഇയർ അല്ലെങ്കിൽ പോലും ഉറങ്ങാത്തൊരു നഗരമാണ് മുംബൈ. അങ്ങനെയാണെങ്കിൽ ന്യൂ ഇയർ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം
രാത്രി വൈകുവോളം പാർട്ടികളും മറ്റുമാണ് പല റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും പബ്ബുകളിലൊക്കെ ഇതിനോടകം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബീച്ചുകൾ, മറൈൻ ഡ്രൈവ് പോലെയുള്ള ഇടങ്ങളിലൊക്കെ ആളുകൾ വലിയ തോതിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വലിയൊരു സുരക്ഷ, ഈ 2008 ഭീകരാക്രമണത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷ ഈ നഗരത്തിലാകെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിനോടകം തന്നെ 14,000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം നിയോഗിച്ചിട്ടുള്ളത്. കടലിൽ ഇറങ്ങിയുള്ള ആഘോഷ പരിപാടികൾ ഏതായാലും ഇത്തവണയും ഉണ്ടാവില്ല. 2008 അത് നിർത്തലാക്കിയതാണ്. ഈ ബോട്ട് പാർട്ടികൾ, ഈ ബോട്ടിലൊക്കെ സഞ്ചരിച്ച് നടത്തുന്ന പ്രൈവറ്റ് പാർട്ടികളൊന്നും തന്നെ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഏതായാലും നടത്തില്ല എന്ന് ബോംബെ പോർട്ട് ട്രസ്റ്റും മുംബൈ പോർട്ട് ട്രസ്റ്റും അറിയിച്ചിട്ടുണ്ട്. ഈ ടെറസുകളിൽ, ഈ സൊസൈറ്റികളുടെ ടെറസുകളിലും മറ്റും വലിയ പാർട്ടികളൊക്കെ നടത്താറുണ്ട്. അതും വലിയ കർശന നിയന്ത്രണത്തോടെ മാത്രമേ ഇത്തവണ പാടുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നതിനും മറ്റുമൊക്കെ തന്നെ അടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ഏതായാലും റെസ്റ്റോറൻറ്റുകളും ബാറുകളൊക്കെ 5 മണിവരെയൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. ഒരുപക്ഷെ ആ തരത്തിലായിരിക്കും കൂടുതൽ പേരും, അല്പം പൈസ കയ്യിലുള്ള ആളുകൾ ആ തരത്തിൽ ആഘോഷിക്കാനാണ് സാധ്യത. വലിയ DJ പരിപാടികളും ഒക്കെ തന്നെ മുംബൈയിൽ ഒരുക്കിയിട്ടുണ്ട്. 3000 മുതൽ 5000, 10,000 രൂപ വരെയൊക്കെയാണ് പലയിടങ്ങളിലും ടിക്കറ്റ് നിരക്ക് ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ. അങ്ങനെ വലിയ ആഘോഷം മുംബൈയിലുണ്ട്. കനത്ത സുരക്ഷയിലായിരിക്കും ഈ ആഘോഷങ്ങളൊക്കെ നടക്കുക. SK. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേർന്നത്. ഈ നഗരങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ തന്നെ ഇന്ന് രാത്രി നമ്മൾ തത്സമയം കാണിക്കും. ഇന്ന് രാത്രി 7 മണി മുതൽ നമ്മുടെ പുതുവത്സര ആഘോഷ പരിപാടികൾ ആരംഭിക്കും. വെൽക്കം 25 ഫ്രം 24.